കേരളത്തില് കാർഷിക ഭക്ഷ്യ സംസ്കരണ ചെറുകിട വ്യവസായ രംഗത്ത് ട്രയൽ പ്രൊഡക്ഷൻ ഫെസിലിറ്റി വലിയ സാധ്യതകൾ പ്രദാനം ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് ഒരു വ്യവസായ സംരംഭകൻ പുതിയതായിട്ട് ഒരു വ്യവസായം ചെയ്യുന്നതിനായിട്ട് മുന്നോട്ട് വരുമ്പോൾ അയാളെ ഏറ്റവും കൂടുതൽ അലട്ടുന്നത് ഈ വ്യവസായ സംരംഭം വിജയിക്കുമോ, ഇതിനുവേണ്ടി നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ വെള്ളത്തിലാവുമോ, ഞാൻ വലിയ കടക്കാരനായി മാറുമോ എന്നുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഈ ആശങ്ക നിലനിൽക്കുന്നത് കൊണ്ടാണ് പലരും ഒരു സംരംഭകത്വ ആശയങ്ങളും മനോഭാവവും മനസ്സിലുണ്ടെങ്കിലും അവരൊരു സംരംഭകനായി മാറാത്തത്. പക്ഷെ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഇത്തരം ട്രയൽ പ്രൊഡക്ഷൻ ഫെസിലിറ്റിക്ക് ആവശ്യമായ സംവിധാനങ്ങൾ നിലവിലുണ്ട്. അത് നമ്മുടെ സംരംഭകർ പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവിടെയാണ് നമ്മളൊരു പുതിയ ആശയവും പുതിയൊരു രൂപമാറ്റവും നമ്മുടെ വ്യവസായത്തിൽ വരുത്തേണ്ടത്. ഒരു വ്യവസായം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന ആള് അയാളൊരു ഷെഡ് ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു കമ്പനി ഫാക്ടറി കെട്ടിടമുണ്ടാക്കി, അതിനുശേഷം ലൈസൻസുകൾ നേടി, അതിനുശേഷം വൈദ്യുതി കണക്ഷൻ എടുത്തു, അതിനുശേഷം മെഷീനറികൾ ഇൻസ്റ്റാൾ ചെയ്തു. ഈ ഘട്ടങ്ങളെല്ലാം കഴിയുമ്പോഴേക്കും കൂടുതൽ സമയവും അതുപോലെ തന്നെ കൂടുതൽ പണവും അയാൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അതിപ്പോൾ ലോണാവാം, സ്വന്തം കയ്യിലെ പണമാവാം. ഇതിനുശേഷമായിരിക്കും അയാളുടെ ആദ്യത്തെ പ്രൊഡക്റ്റ് വിപണിയിലേക്ക് ഇറങ്ങുന്നത്. ഈ പ്രൊഡക്റ്റ് വിപണിയിൽ എത്തിക്കഴിയുമ്പോഴാണ് അറിയാൻ കഴിയുന്നത് ഇതിന് സ്വീകാര്യതയുണ്ടോ, ഇതിനൊരു മാർക്കറ്റബിലിറ്റി ഉണ്ടോ, ഇത് ആളുകൾ ഇഷ്ടപ്പെടുന്ന രുചികളിലാണോ ഇറങ്ങിയിരിക്കുന്നത്, ഇതിന്റെ പാക്കിംഗ് ആപ്റ്റ് ആണോ, ഇതിന്റെ സാങ്കേതിക വിദ്യ ഇതിന് അനുഗുണമാണോ, ഇത്തരം കാര്യങ്ങളിൽ. അപ്പൊ ഇത് വീണ്ടും ഒരു മാറ്റം ഇതിലേക്ക് കൊണ്ടുവരേണ്ടി വന്നാൽ ഈ സംരംഭകൻ വലിയ ബാധ്യതയിലേക്ക് വീണ്ടും പോകും, പുതിയ ഇൻവെസ്റ്റ്മെന്റുകൾ വീണ്ടും നടത്തേണ്ടി വരും. അപ്പൊ അവിടെ ഇതിനൊരു പരാജയത്തിന്റെ സാധ്യത കൂടുതലാണ്. അവിടെയാണ് ഇതൊന്നും ചെയ്യാതെ ബിൽഡിംഗ് കെട്ടണ്ട, ലൈസൻസ് എടുക്കണ്ട, വൈദ്യുതി കണക്ഷൻ എടുക്കണ്ട, മിഷനറികൾ വാങ്ങണ്ട, അവർക്ക് ആവശ്യമുള്ള വ്യവസായം ചെയ്യാൻ പര്യാപ്തമായ യന്ത്രങ്ങളുള്ള ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ ട്രയൽ പ്രൊഡക്ഷൻ ഫെസിലിറ്റി സംവിധാനം ഉപയോഗപ്പെടുത്തുക. നമ്മൾ ആശയവുമായിട്ട് അവിടെ ചെല്ലുന്നു, അവിടെയുള്ള മിഷനറികൾ ഉപയോഗിച്ചതിന് ശേഷം നമ്മളുടെ പാക്കിംഗ് മെറ്റീരിയൽ, നമ്മുടെ പേരുകൾ പ്രിന്റ് ചെയ്ത പാക്കിംഗ് മെറ്റീരിയലുകളിൽ നമ്മളുടെ ഉൽപ്പന്നം നിർമ്മിച്ച് പാക്ക് ചെയ്ത് വിപണിയിലേക്ക് എത്തിക്കുന്നു. അപ്പൊ ഇവിടെ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് വെച്ചിട്ട് നമ്മുടെ പ്രൊഡക്റ്റിനെ വീണ്ടും നമുക്ക് റിവൈവ് ചെയ്യാം. അങ്ങനെ ഒരു 2-3 വട്ടം നമ്മൾ റിവൈവ് ചെയ്ത് ഒരു മാർക്കറ്റിംഗ് സാധ്യതയുള്ള ഉൽപ്പന്നമാക്കി അതിനെ വിപണിയിലേക്ക് എത്തിച്ച് ആ വിപണി വീണ്ടും ഒരു 4-5 വട്ടം മാർക്കറ്റ് ചെയ്ത് നമ്മളുടെ ഒരു ഉൽപ്പന്നം വിതരണം നടത്താൻ പാകത്തിന്, ജനങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പാകമായി എന്ന് തോന്നുന്ന ഘട്ടത്തിൽ, അതിന്റെ വിജയസാധ്യതയുണ്ടെന്ന് സ്വയം ബോധ്യപ്പെടുന്ന ഘട്ടത്തിൽ നമുക്കൊരു വ്യവസായം ആരംഭിക്കാൻ കഴിയും. ഇത്തരം സംവിധാനം കേരളത്തിന്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ നിലവിലുണ്ട്. ഇപ്പൊ നമുക്കറിയാം, CPCRI എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നാളികേര അധിഷ്ഠിത വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മിഷനറികളെല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. വെർജിൻ കോക്കനട്ട് ഓയിൽ, അതുപോലെ തന്നെ പാം ഷുഗർ, അതുപോലെ തന്നെ ജാഗ്രി, ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിനുള്ള മിഷനറികൾ ഈ CPCRI ലഭ്യമാണ്. അതിനുശേഷം നമ്മൾ വീണ്ടും മലപ്പുറത്തേക്ക് വരുമ്പോൾ തവന്നൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ സ്പ്രേ ഡ്രൈയിങ് പോലുള്ള ടെക്നോളജികൾ ഉപയോഗിച്ച് ചെയ്യാവുന്ന, അതുപോലെ തന്നെ ഡ്രൈയിങ് ഫെസിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ചെയ്യുന്നതിനുള്ള മിഷനറികൾ അവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കൊച്ചിയിലേക്ക് വരുമ്പോൾ മത്സ്യാധിഷ്ഠിത വ്യവസായങ്ങളുടെ ഒരു ഇൻക്യുബേഷൻ സെന്റർ സ്വിഫ്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് മത്സ്യത്തിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും അതിന്റെ ഒരു സംരംഭക സാധ്യതകളും നമുക്ക് തേടാവുന്നതാണ്. വീണ്ടും നമ്മൾ വരുമ്പോൾ കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കായിട്ടുള്ള പിറവത്തെ അഗ്രോ പാർക്കുണ്ട്. അഗ്രോ പാർക്കിൽ ഈ കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ചെയ്യുന്നതിനും ചെറുകിട വ്യവസായ മേഖലയ്ക്കും ഭക്ഷ്യ സംസ്കരണത്തിനുമായിട്ടുള്ള നിരവധി മിഷനറികളും അതിന്റെ ട്രയൽ പ്രൊഡക്ഷൻ ഫെസിലിറ്റിയും ലഭ്യമാണ്. അതിനുശേഷം നമ്മൾ പത്തനംതിട്ടയിൽ എത്തുമ്പോൾ അവിടെ ജാക്ക് ഫ്രൂട്ട് അധിഷ്ഠിത വ്യവസായങ്ങൾക്കായിട്ടുള്ള സംവിധാനം അവിടുത്തെ കാട് KVKയിൽ ഒരുക്കിയിട്ടുണ്ട്. വീണ്ടും നമ്മൾ തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ സെൻട്രൽ ട്യൂബുലർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CTCRI, അവിടെ കിഴങ്ങ് വിളകളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനും വിപണനം ചെയ്യുന്നതിനുമുള്ള സാങ്കേതിക വിദ്യയും അതിന്റെ ട്രയൽ പ്രൊഡക്ഷൻ ഫെസിലിറ്റിയും എല്ലാം അവിടെ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്നെല്ലാം നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളുമെല്ലാം അവിടുത്തെ സംരംഭകർ വളർന്നു വരുന്നത് ഡയറക്റ്റ് ആദ്യം ഒരു ഇൻവെസ്റ്റ്മെന്റിൽ പോയിട്ടല്ല. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് കുറയ്ക്കാനും ആ ഇൻവെസ്റ്റ്മെന്റ് സേഫായി ഇൻവെസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു കമ്പനിയെ വിജയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിന് ലഭ്യമാണ്. ആ ലഭ്യമായതിനെ നമ്മുടെ സംരംഭകർ പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. അപ്പൊ ഈ സംരംഭങ്ങളെ പ്രയോജനപ്പെടുത്തുകയും പുതിയൊരു സംരംഭക സംസ്കാരത്തിന് തുടക്കമിടുകയും വേണം.